കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതത്തിൽ നന്ദിയുള്ള ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കുകയാണ്. നിങ്ങളെല്ലാവരും വളരെ സന്തോഷത്തോടുകൂടെ ഈ രാവിലെ സമയത്ത് ആയിരിക്കുന്നതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. രാവിലെ സമയം ഈ സന്ദേശം നിങ്ങൾ കേൾക്കുകയും മറ്റുള്ളവരിലേക്ക് പങ്കുവെക്കുകയും ചെയ്യുമ്പോൾ അത് കേൾക്കുന്ന എല്ലാവർക്കും അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിൻ്റെ ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും ദൈവവചനത്തിന് നിങ്ങളെ ബലപ്പെടുത്തുവാനും ആശ്വസിപ്പിക്കുവാനും ഒക്കെ കഴിയും എന്നുള്ളത് നിങ്ങൾ ഓർത്തിരിക്കണം. ഹല്ലേലൂയ. ദൈവവചനത്തിന് മാത്രമേ നമ്മെ ബലപ്പെടുത്തുവാനും ആശ്വസിപ്പിക്കുവാനും കഴിയത്തുള്ളൂ. കഴിഞ്ഞ ദിവസം നമ്മൾ വളരെ ശക്തമായ നിലയിൽ ദൈവവചനം ചിന്തിക്കുകയും നിങ്ങൾ അത് കേൾക്കുകയും എന്നെ വളരെ പ്രോത്സാഹിപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. എല്ലാറ്റിനും ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. കർത്താവ് ധാരാളമായി സഹായിക്കട്ടെ. ഇന്ന് രാവിലെ സമയത്ത് ദൂതൻ ഇറങ്ങി വന്ന്, കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചത് ദൂതൻ ഇറങ്ങി വന്ന് സെഖരിയാവിനോട് സംസാരിക്കുന്നതാണ്. എന്നാൽ ഇന്ന് രാവിലെ സമയത്ത് നമ്മൾ പങ്കുവെക്കുന്നത് ദൂതൻ ഇറങ്ങി വന്ന് ഒരു രാജാവിനിട്ട് അടിക്കുവാനിടയായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. അടിക്കാനുള്ള കാരണമുണ്ട്. അടികൊണ്ട ആ രാജാവ് തത്സമയത്ത് തന്നെ അവിടെ വീഴുകയും ഉടൻ തന്നെ പുഴു തന്നെ ആക്രമിക്കുവാനിടയായി തീർന്നു. അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: അവൻ കൃമിക്ക് ഇരയായി പ്രാണനെ വിട്ടു എന്നാണ്. പ്രാണനെ വിട്ട് കൃമിക്ക് ഇരയായി എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, മരിച്ചതിന് ശേഷം എന്ത് ചെയ്തു, കൃമി വന്ന് ആക്രമിച്ചെന്ന് പറയാം, അല്ലെങ്കിൽ മാംസം തിന്നെന്ന് പറയാം. ഇത് കൃമിക്ക് ഇരയായി പ്രാണനെ വിട്ടു എന്നാണ്. അപ്പോൾ ദൂതൻ ഒരു അടി കൊടുത്തു. ആ അടി മർമ്മത്തായിരുന്നു. അപ്പോൾ പെട്ടെന്ന് മരിച്ചില്ല, അവനവിടെ കിടന്നു. തുടർന്ന് അവൻ്റെ ശരീരമെല്ലാം പൊട്ടി അഴുകി കൃമി കയറി പിടിച്ച് പുഴുക്കൾ അവൻ്റെ ശരീരത്തെ തിന്നു. അങ്ങനെ അവൻ കൃമിക്കിരയായി പ്രാണനെ വിട്ടു. അപ്പോസ്തല പ്രവൃത്തി 12-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്ന 23-ാമത്തെ വാക്യമാണ്. അവൻ ദൈവത്തിന് മഹത്വം കൊടുക്കാകയാൽ കർത്താവിൻ്റെ ദൂതൻ ഉടനെ അവനെ അടിച്ചു. അവൻ കൃമിക്ക് ഇരയായി പ്രാണനെ വിട്ടു. ദൈവത്തിന് സ്തോത്രം. കർത്താവിന് മഹത്വം കൊടുക്കാകയാൽ ദൈവത്തിന് മഹത്വം കൊടുക്കാകയാൽ കർത്താവിൻ്റെ ദൂതൻ അവനെ അടിച്ചു എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ദൂതൻ സെഖറിയാവിനോട് ദൂത് പറയുക മാത്രമല്ല, പത്രോസിനെയും കാരാഗ്രഹത്തിൽ നിന്ന് വിടുവിക്കുക മാത്രമല്ല, ദൈവത്തിന് സ്തോത്രം, അടിക്കേണ്ടവനെ അടിക്കാനും ദൂതൻ തയ്യാറാണ്. ദൈവത്തിന് മഹത്വം കൊടുക്കാകയാൽ, പ്രിയപ്പെട്ടവരെ, ഇവിടെ ഈ രാജാവെന്ന് പറയുന്നത് ഹെരോദ രാജാവാണ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കാലഘട്ടങ്ങളിൽ നിലനിന്ന, യേശുവിൻ്റെ ജനനം മുതൽ ഭരണതലത്തിൽ നിന്ന അഗ്രഗണ്യനായ ഒരു രാജാവാണ്. ദൈവത്തിന് സ്തോത്രം, ഹെരോദ രാജാവെന്ന് പറയുന്ന ആ മനുഷ്യൻ. നമുക്കറിയാം, യേശു ക്രിസ്തുവിൻ്റെ ജനനവുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രശ്നങ്ങൾ സൃഷ്ടിച്ച ഒരു മനുഷ്യനായിരുന്നു ഹെരോദാവ്. യേശു ക്രിസ്തുവിൻ്റെ ക്രൂശുമരണവുമായി ബന്ധപ്പെട്ട് വലിയ പങ്കുവഹിച്ച പീലാത്തോസ്, അതുപോലെ ഹെരോദാവ്, ഇവരെല്ലാം വളരെ ഗൗരവമായ ഇടപെടൽ നടത്തിയാണ് യേശുവിനെ ക്രൂശിൽ കൊല്ലുവാൻ തയ്യാറെടുത്തത്. ദൈവത്തിന് സ്തോത്രം. അതെല്ലാം സ്വർഗത്തിൻ്റെ നിശ്ചയമായതുകൊണ്ട് അതിലെങ്ങും നമുക്ക് യാതൊരു മാനസിക ടെൻഷനുമില്ല. കാരണം സ്വർഗം പ്ലാൻ ചെയ്തത് അവരിൽ കൂടെ നിവൃത്തിയായി എന്ന് മാത്രമേ ഉള്ളൂ. എന്നാൽ ഇവിടെ
ആ ദൂതൻ അവനെ അടിച്ചു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുകയാണ്. ആ ദൂതന്റെ അടി ഏറ്റവൻ നിലത്ത് വീണു. പെട്ടെന്ന് എവിടുന്ന അടി വരുന്നെന്ന് പറയാൻ പറ്റുമോ? ആ സിംഹാസനത്തിൽ ഇരുന്നു കൊണ്ട് അവൻ പ്രസംഗിക്കുകയാണ്. ഞാൻ ആ വാക്കും കൂടെ വായിക്കാം. 21 വാക്യം. നിശ്ചയിച്ച ദിവസത്തിൽ ഹെരോദാവ് രാജവസ്ത്രം ധരിച്ച് സിംഹാസനത്തിലിരുന്ന് അവരോട് പ്രസംഗം കഴിച്ചു. ഇത് മനുഷ്യന്റെ ശബ്ദമല്ല, ഒരു ദേവന്റെ അത്ര എന്ന് ജനം ആർത്തു. ഹെരോദാവിന്റെ പ്രസംഗം കേട്ടിട്ട് അവിടെ ഇരുന്ന കൂടി വന്ന ജനം ആർത്തു പറഞ്ഞു, ഇത് സാധാരണ ഒരു മനുഷ്യന്റെ ശബ്ദമല്ല, ഇതൊരു ദേവന്റെ ദൈവത്തിന്റെ ശബ്ദമാണ്. പ്രൈസ് ദ ലോർഡ്. പ്രിയപ്പെട്ടവരെ, ഇത് അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ദൈവത്തിന് സ്തോത്രം. നമ്മളുടെ ഓരോരുത്തരുടെയും ശബ്ദം ദൈവത്തിൻ്റെ ആത്മാവുമായി ചേർന്ന് പുറപ്പെട്ടു കഴിയുമ്പോൾ ആ ശബ്ദത്തിനകത്തൊക്കെ ദൈവശക്തി ഉണ്ടാകും. ഞാനത് വിശ്വസിക്കുന്നയാളാണ്. എൻ്റെ ഹൃദയത്തിൽ നിന്ന് പുറപ്പെടുന്ന ദൈവത്തിൻ്റെ വചനം അധരങ്ങളിൽ കൂടെ ഞാനത് പുറത്തേക്ക് അയക്കുമ്പോൾ അയക്കപ്പെടുന്ന ദൈവവചനത്തിൻ്റെ എൻ്റെ നാവിൽ നിന്ന് പുറപ്പെട്ട അധികാരത്തിൻ്റെ ആ വാക്കുകൾ ദൈവശക്തിയാൽ നിറയപ്പെട്ടതായി മാറും. ഞാനത് വിശ്വസിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇവിടെ പറയുകയാണ്, ഇത് മനുഷ്യന്റെ ശബ്ദമല്ല എന്ന് പറഞ്ഞ് ഇത് ദേവന്റെ ഒരു ശബ്ദമാണെന്ന് പറഞ്ഞ് അവര് എന്ത് ചെയ്തു? അങ്ങ് ആർത്തു എന്നാണ് പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. ഇന്ന് പ്രഭാതത്തെങ്കിൽ എനിക്ക് പറയുവാനുള്ള സന്ദേശം ഇതാണ്: മനുഷ്യനെ ദേവനാക്കുവാൻ, ദൈവമാക്കുവാൻ അനുമതി ആർക്കും കൊടുത്തിട്ടില്ല. എന്നാൽ ഒരുപാട് മനുഷ്യ ദൈവങ്ങൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഒരുപാട് മനുഷ്യ ദൈവങ്ങൾ തല ഉയർത്തപ്പെട്ടിരിക്കുകയാണ്. ഇന്ന് ഒരുപാട് വിശ്വാസ മേഖലയിൽ പോലും മനുഷ്യനെ ദൈവത്തെക്കാൾ വലിയ ആളായി കണ്ടുകൊണ്ട് മഹത്വം കൊടുക്കുന്ന നിലവാരമുണ്ട്. അത് അടി കൊള്ളാഞ്ഞിട്ടാണ്. അടി പലർക്കും കൊണ്ടിട്ടുണ്ട്. ഈ ഹെരോദാവിന് കിട്ടിയ അടി പോലെ തന്നെ പലരുടെയും ജീവിതത്തിൽ ഇങ്ങനെയുള്ള സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. ദൈവത്തിന് മഹത്വം കരയറ്റുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് രാവിലെ സമയത്ത് എനിക്ക് നിങ്ങളോട് പറയുവാനുള്ള സന്ദേശം ഇതാണ്: നിനക്ക് ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ, ദൈവത്തെ സ്തുതിപ്പാൻ, ദൈവത്തെ പുകഴ്ത്തുവാൻ നീ തയ്യാറായിക്കൊള്ളുക. ദൈവത്തിന് കൊടുക്കേണ്ടുന്ന മഹത്വം മറ്റാർക്കും വിട്ടുകൊടുക്കരുത്. എൻ്റെ മഹത്വം ഞാൻ മറ്റാർക്കും വിട്ടുകൊടുക്കുകയില്ല എന്ന് യഹോവയായ ദൈവം പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്. തിരുവെഴുത്തിൽ നമുക്ക് കാണാൻ കഴിയും, എൻ്റെ മഹത്വം ഞാൻ മറ്റാർക്കും വിട്ടുകൊടുക്കുകയില്ല. പ്രിയപ്പെട്ടവരെ, ജനം ഇവൻ ദേവന്റെ ശബ്ദമാണെന്ന് പറഞ്ഞുകൊണ്ട് അവന് മഹത്വം കൊടുത്തപ്പോൾ യഹോവയായ ദൈവം തന്റെ ദൂതനെ ഈ ഹെരോദാവിന്റെ അടുക്കിലേക്ക് അയക്കുന്നു. പെട്ടെന്ന് എന്ത് ചെയ്യുന്നു? ഇവൻ അടികൊണ്ട് താഴെ വീഴുന്നു. ഹല്ലേലൂയ. ദൈവത്തിന് ആർത്ത് വിളിച്ചവരെല്ലാം, ആർപ്പിട്ടവരെല്ലാം, ഇത് ദേവനാന്ന് പറഞ്ഞവരെല്ലാം ഇതാ നിലത്തു വീണ് കിടക്കുന്ന ഹെരോദാവിന്റെ ദൈവത്തിന് സ്തോത്രം മുമ്പിൽ നിലവിളിക്കുന്നവരായി മാറി. സ്തോത്രം. എഴുന്നേൽക്കുന്നില്ല. എഴുന്നേൽപ്പിക്കുവാൻ ശ്രമിച്ചിട്ട് എഴുന്നേൽക്കാൻ കഴിയുന്നില്ല. അടികൊണ്ടു. മർമ്മത്താണ് അടികൊണ്ടത്. ഇന്ന് രാവിലെ സമയത്ത് ഞാൻ പറയാം, ദൈവഗീതമല്ലാത്ത നിലവാരങ്ങളിലേക്ക് ഇറങ്ങിപ്പോകുന്ന ഏതൊരു വ്യക്തിയുടെയും ഗതി ഈ നിലവാരമായിരിക്കും. മർമ്മത്ത് അടികൊള്ളുന്ന തലത്തിലേക്ക് മാറും. ദൈവത്തിനു മഹത്വം കരേറ്റുകയാണ്. മർമ്മത്ത് അടികൊണ്ടു കഴിഞ്ഞാൽ പിന്നെ എഴുന്നേൽക്കുവാൻ കഴിയുകയില്ല. നട്ടല് തളർന്നു പോയതുപോലെ, സൂക്ഷ്മനാടിക്ക് ക്ഷതമേറ്റതുപോലെ, തളർവാദ രോഗിയെപ്പോലെ ബലഹീനപ്പെട്ട് കിടക്കേണ്ടി വരും. അധികാരം നഷ്ടപ്പെടും കേട്ടോ. ആരുടെയും സഹായമില്ലാതെ നിന്റേതായ കാര്യങ്ങൾ ചെയ്യുവാൻ കഴിയാതെ വരും കേട്ടോ. സ്നേഹിക്കുന്നവരും നിന്നോട് ചേർന്ന് നിന്നവരുമെല്ലാം ഓടി മറയും കേട്ടോ. ഇന്ന് രാവിലെ സമയത്ത് ഞാൻ പറയാം, സർവശക്തന് മഹത്വം കൊടുക്കുക. സർവശക്തനായ ദൈവത്തെ ആരാധിക്കുക. അവനെ മഹത്വം കരേറ്റുക. അതാണ് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് പുറപ്പെടേണ്ടത്. ഹെരോദ രാജാവ് ധരിച്ചിരുന്ന രാജവസ്ത്രം
വെള്ളി കൊണ്ട് നെയ്തുണ്ടാക്കിയ രാജവസ്ത്രമായിരുന്നു എന്നാണ് അമീൻ ചില വേദപണ്ഡിതന്മാര് അഭിപ്രായപ്പെടുന്നത്. ഈ വെള്ളവസ്ത്രം ഈ വെള്ളി കൊണ്ട് ഉണ്ടാക്കിയ ഈ രാജവസ്ത്രത്തെ ദൈവത്തിനു സ്തോത്രം സൂര്യരശ്മികൾ വന്ന് പതിച്ചപ്പോൾ ദൈവത്തിനു സ്തോത്രം അത് അവൻ തിളങ്ങുവാനും അതിൽ നിന്ന് ശോഭ പുറപ്പെടുവാനും ഇടയായി തീർന്നു. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ എല്ലാവരും നോക്കിയപ്പോൾ ഇവന്റെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ കേട്ടിട്ട് ഇവന്റെ വസ്ത്രത്തിൽ അടിച്ചിരിക്കുന്ന സൂര്യരശ്മികൾ വസ്ത്രത്തിൽ അടിച്ചു കഴിഞ്ഞപ്പോൾ വെള്ളി വസ്ത്രമായിരിക്കുന്ന അത് തിളങ്ങിയപ്പോൾ അവരെല്ലാവരും വിളിച്ചു പറഞ്ഞു, ഇത് ദേവനാണ്, ഇത് ദേവനാണ്, ദേവനാണ്. അടി എന്ത് ചെയ്തു? പുറകേ വന്നു. അടിക്കണം എന്ന് വിചാരിച്ച് പല സന്ദർഭങ്ങളായി കാത്തിരിക്കുകയായിരുന്നു. കാരണം യേശു കുഞ്ഞു ജനിച്ച സമയത്ത് ഹെരോദാവ് ആ കാലഘട്ടത്തിലുള്ള ഒരുപാട് കുഞ്ഞുങ്ങളെ കൊന്നുകളഞ്ഞ നിഷ്ഠൂരനായ ക്രൂരനായ മനുഷ്യനാണ്. ദൈവത്തിന് സ്തോത്രം. മാത്രമല്ല യാക്കോബിനെ വാളുകൊണ്ട് കൊന്നതാണ്. പത്രോസിനെ കൊല്ലാൻ വേണ്ടി എല്ലാ പദ്ധതികളും തയ്യാറാക്കിയതാണ്. ഞാൻ പറഞ്ഞു വന്നത് ഇതെല്ലാം കണക്ക് കൂട്ടി വെച്ചിരിക്കുകയായിരുന്നു. സമയമായപ്പോൾ ദൈവം ഒരടി കൊടുത്തു. ഇന്ന് രാവിലെ സമയത്ത് ഞാൻ പറയട്ടെ, ദൈവഗീതമല്ലാത്ത നിലവാരങ്ങളിലേക്ക് നമ്മുടെ കാൽച്ചൂടുകൾ വെച്ചാൽ, നമ്മുടെ സംസാരം വായിൽ നിന്ന് വാക്കുകൾ പുറപ്പെടുവിച്ചാൽ അടി പുറകെ വരുമെന്നുള്ള ആ ഉറപ്പ് ഇന്ന് ദൈവവചനത്തിൽ കൂടെ ഞാൻ നിങ്ങൾക്ക് നൽകുകയാണ്. ദൈവമക്കളായ നമ്മുടെ വായിൽ നിന്ന് ദൈവഗീതമല്ലാത്ത ഒരു വാക്കുകൾ പോലും പുറപ്പെടരുത്. പുറപ്പെട്ടാൽ ഏത് സമയത്താണ് അടി വരുന്നത് എന്ന് പറയുവാൻ കഴിയത്തില്ല. ആകയാൽ സ്തുതി സ്തോത്ര യാഗങ്ങളാൽ നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. കർത്താവ് നിങ്ങളെ എല്ലാവരെയും സഹായിക്കട്ടെ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രിയ പിതാവേ, ഈ സന്ദേശം കേട്ട എല്ലാവരെയും സ്വർഗം മാനിക്കണമേ. അവരുടെ കുടുംബങ്ങളിലെ എല്ലാ വേദനകളെയും ദുഃഖങ്ങളെയും ഞെരുക്കങ്ങളെയും മാറ്റണമേ. ദൂതനെ അയച്ച് കല്ലേറിയ അത്ഭുതം വീടിനകത്ത് നടക്കുവാൻ ഇടയാകണമേ. ദൂതനെ അയച്ച് കാരാഗ്രഹത്തിൽ നിന്ന് വിടുവിച്ച പത്രോസിന്റെ ജീവിതത്തിലെ വിടുതൽ പോലെ ഒരു വലിയ വിടുതൽ നൽകേണ്ട കർത്താവേ. ഞങ്ങളുടെ വായിൽ നിന്ന് പുറപ്പെടുന്ന ഒരു വാക്കുകളും ദൈവത്തിന് വിരോധമായി മാറുവാൻ ഇടയാകരുതേ. ദൈവത്തിന്റെ ആത്മാവിനാൽ ഞങ്ങൾ നയിക്കപ്പെടട്ടെ. യേശുവിൻ നാമത്തിൽ ഈ സന്ദേശം കേൾക്കുന്ന എല്ലാവരും അനുഗ്രഹിക്കപ്പെടട്ടെ. അങ്ങയുടെ കരങ്ങളിൽ താഴ്ത്തുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമീൻ. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഷെയർ ചെയ്യണം, മറ്റുള്ളവരിലേക്ക് പങ്കുവെക്കണം. അവർക്കും ഇത് അനുഗ്രഹമായി തീരട്ടെ. ആമീൻ, ആമീൻ, ആമീൻ.